ആവോദിക്കുമ്പോൾ തെളിഞ്ഞ് അടുത്ത പ്രഭാതം നിൽക്കുന്ന പ്രതിഭാ നക്ഷത്രങ്ങൾ ഏറെയുണ്ട് ഇപ്പോൾ നമ്മുടെ കലാരംഗത്ത്. അവരിൽ പലർക്കും പൊടുതിന് ലഭിക്കുന്ന പേരോ പെരുമയോ കഥകളിയിലെ യുവ കലാകാരന്മാർ ലഭിക്കാറേയില്ല. കാരണം അവരെ തിരിച്ചറിയാൻ തന്നെ കാലമേറെ എടുക്കും. പക്ഷേ പീശപ്പള്ളി രാജീവിനെ പോലുള്ളവർക്ക് അതിൽ നിരാശയില്ല. കാരണം പരിശീലനത്തിന്റെ കരുത്ത് തന്നെ. ഞങ്ങൾ കുട്ടിക്കാലത്ത് എന്തിനാണെന്നറിയാണ്ട് കുറെ സാധനങ്ങൾ ചെയ്തു കൂട്ടുണ്ട്. കണ്ണു സാധകമായിട്ടും കാല് സാധകമായിട്ടും ഉഴിച്ചിലായിട്ടും നെയ്യുറപ്പടവായിട്ടും. അന്നൊക്കെ ഗുരുനാഥന്മാർ പറയും, ഇത് നിങ്ങളുടെ ഇപ്പോഴേക്കോ അല്ലെങ്കിൽ നാളേക്കോ ഉള്ള ഇതിനു വേണ്ടിയിട്ടല്ല ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഈ കല എത്ര കാലം കൊണ്ടുപോകുന്നുവോ അതുവരയ്ക്ക് വേണ്ട ഊർജം സംഭരണത്തിനുള്ള ഒരു ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ശുഭപ്രതീക്ഷയോടെ നിൽക്കുക എന്നുള്ളതാണ് ഈ വക ആർട്ട് ഫോമിലുള്ള ഒരു കലാകാരൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന്, എനിക്ക് പ്രശസ്തി ഉണ്ടാവും, എനിക്ക് പണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. 45-നും 60-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 45-നും 70-നും ഒക്കെ ഇടയ്ക്കുള്ള കാലത്താണ് ഒരു കഥകളി നടന്ന പീക്ക് ടൈമായിട്ടുള്ളത്. അപ്പോഴേക്കാണ് ഒരു പക്ഷേ പാദം കാലക്രമേണ അറിയോ ഒരു കാൽഭാഗം കാലക്രമമായിട്ട് തന്നെ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് പെട്ടെന്നൊരു നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുന്നുള്ള മോഹമൊന്നും ഈ വക കലകളിലുള്ളവർക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആശാന്മാരുടെ അല്ലെങ്കിൽ പ്രഗത്ഭരുടെയും സാന്നിധ്യം നമുക്ക് ആ നിലയ്ക്ക് ഒരു തടസ്സമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരും കൂടി ഉണ്ടാവുകയാണ് ഞങ്ങൾക്ക് ഊർജം. അവരുടെ സാന്നിധ്യമാണ്. അവര് രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് ഇത് പ്രവർത്തിക്കുമ്പോഴാണ് അത് കൂടുതൽ ഊർജം നൽകണമെന്നാണ് എന്റെ വിശ്വാസം. പീശപ്പള്ളി രാജീവ് ഒരു കഥകളി കലാകാരന് ഒപ്പം തന്നെ മറ്റ് തിയേറ്റർ ആർട്ട് ഫോംസും ഒരു നടൻ എങ്ങനെ അരങ്ങത്ത് അത് വരണം അല്ലെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നതിന്റെ വ്യക്തമായ ധാരണയുള്ള ഒരു യുവ കലാകാരനാണ് അദ്ദേഹം. 2003 സംസ്ഥാന അവാർഡ് നേടിയ നാടക നടനും ഒപ്പം കഥകളിയെ പാരമ്പര്യ രീതിയിൽ പരിശീലിച്ച് അത് അരങ്ങത്ത് അവതരിപ്പിക്കുകയും എപ്പോഴും നൂതനമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. പലപ്പോഴും ഇത് പാരമ്പര്യവാദികളുടെ എതിർപ്പിന് ഇടയാക്കാറുണ്ടെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കാൻ നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നതിനപ്പുറത്ത് ആ വിഷയം പഠിതാവിന് എന്തുമാത്രം ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലേ അതിന്റെ അന്തിമ ലക്ഷ്യം. അതല്ലേ സത്യം പറയാം. അതിനും ഇപ്പൊ ഉപയോഗിക്കുന്ന മാർഗം ലളിതമായി എന്ന് വെച്ചിട്ട് ഈ വിഷയത്തിന്റെ ഗഹനത കുറയും അല്ലെങ്കിൽ വിഷയത്തിന്റെ ഗാംഭീര്യം കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന ഒരു മൗഢ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ പ്രേക്ഷകർ ഉണ്ടാകാനും പുതിയ അരങ്ങുകൾ ഉണരാനും കാത്തിരിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താനും മുന്നിട്ടിറങ്ങുന്നു. പഴയ തലമുറയുടെ അനാവശ്യമായ ആഡംബരപൂർണമായ ലഹരിയാണ് കഥകളി എന്ന ധാരണയുള്ളവരെ തിരുത്താനും. കടമറ്റയുടെ കവിതയായാലും സുഗതകുമാരി ടീച്ചറുടെ കവിതയായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ കൂടെ പാടി ജയപ്രകാശനായാലും കുട്ടി വിജയരാഘവനായാലും അവരൊക്കെ ഇത് ചെയ്യാൻ തയ്യാറാണ്. എന്ത് പരീക്ഷണം മീൻസ് കഥകളിയെ കൂടുതൽ ജനകീയമാക്കുക ഞാൻ പറയുന്നില്ല, കഥകളിയിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാനുള്ള യത്നത്തിൽ ഭാഗം ഒരു പങ്ക് വഹിക്കാൻ അവരെല്ലാവരും തയ്യാറാണ്. ആ ഒരു അതിനിടയ്ക്ക് ചിലപ്പോ ഇങ്ങനെ ചെറിയതെങ്കിലും ചില മുറിമുറുപ്പുകൾ ഉയരുന്നുണ്ട്. അതെന്തിനാ എനിക്കെന്തിനാ അത്ര നമ്മുടെ കയ്യിലുള്ള ഫോമിനെ കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ